BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഉയരപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അരൂർ പള്ളിക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന AI റഡാർ ക്യാമറകൾ അരൂർ ബൈപ്പാസ് കവലയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ജോലി തുടങ്ങി. അരൂർ ബൈപ്പാസ് കവലയിൽ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ മുൻപിൽ ദേശീയപാതയിലെ മീഡിയനിൽ സ്ഥാപിച്ചിരിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തെർമൽ ഇമേജിംഗ് AI ക്യാമറയാണ് ഉയരപാതയുടെ തൂണുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അരൂർ കുമ്പളം പാലത്തിന്റെ പ്രവേശന ഭാഗത്തേക്ക് മാറ്റുന്നത്. ഹൈവേയിലെ വാഹന ഗതാഗതം നിരീക്ഷിച്ച് ഗതാഗത നിയമലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും കുറയ്ക്കുകയാണ് ക്യാമറയുടെ ലക്ഷ്യം. ട്രാഫിക് നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പാതയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ട്രാഫിക് നിയമലംഘകരുടെ ഫോട്ടോ എടുക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നു. അമിത വേഗം, ലൈൻ ക്രോസിംഗ്, ഹൈവേയിലേക്കുള്ള വാഹനങ്ങളുടെ അനധികൃത പ്രവേശനം തുടങ്ങിയ ഗതാഗത ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ അരൂർ കുമ്പളം പാലത്തിന്റെ പ്രവേശന ഭാഗത്ത് ഇടതുവശത്തായി മാലിന്യം തള്ളുന്നവരെയും ഈ ക്യാമറയിലൂടെ നിരീക്ഷിക്കണമെന്നും നാട്ടുകാരുടെ ആവശ്യം ഉയരുന്നുണ്ട്. ജോലി തട്ടിപ്പ് കേസിൽ പിടികിട്ടാപ്പുള്ളി മരട് പവിത്രം വീട്ടിൽ ജയകുമാർ അറസ്റ്റിൽ. തടിയിട്ടാപ്പറമ്പ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കിഴക്കമ്പലം മലയിടം തുരുത്തിൽ കുടജാദ്രി അസോസിയേറ്റ്സ് എന്ന പേരിൽ പുതുതായി ആരംഭിക്കുന്ന മരുന്ന് ഹോൾസെയിൽ സ്ഥാപനത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 2012 കേസിന് ആസ്പദമായ സംഭവം. പ്രതിയും സുഹൃത്തുക്കളും ചേർന്ന് ആരംഭിക്കുന്ന മരുന്ന് ഹോൾസെയിൽ സ്ഥാപനത്തിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ എടത്തല സ്വദേശി വർഗീസിൽ നിന്ന് പണം ആവശ്യപ്പെടുകയായിരുന്നു. പണമില്ലാത്തതിനാൽ വർഗീസിന്റെ 12 സെന്റ് സ്ഥലവും വീടും എഴുതി വാങ്ങി. ഈ സ്ഥലത്തിന്റെ രേഖകൾ ബാങ്കിൽ പണയം വെച്ച് 16,50,000 രൂപ പ്രതികൾ ലോൺ എടുത്തു. തിരിച്ചടവ് മുടങ്ങിയതിനാൽ സ്ഥലവും വീടും ജപ്തി ചെയ്തു. കേസെടുത്ത തടിയിട്ടപ്പറമ്പ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2013 ജാമ്യത്തിലിറങ്ങിയ ശേഷം മുങ്ങിയ പ്രതികൾ പിന്നീട് കോടതിയിൽ ഹാജരായിട്ടില്ല. തുടർന്ന് കോടതി പ്രതികളെ 2018 പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചു. തടിയിട്ടപ്പറമ്പ് പോലീസ് ഇൻസ്പെക്ടർ AL അഭിലാഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ എറണാകുളത്ത് നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ AR ജയൻ, സിവിൽ പോലീസ് ഓഫീസർ റോബിൻ ജോയ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ജലം അമൂല്യമാണെന്നും ജലാശയങ്ങൾ സംരക്ഷിക്കണമെന്നും ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ്. എന്നിട്ടും ശുചിമുറി മാലിന്യങ്ങൾ പൈപ്പുകൾ കനാലുകളിലേക്കും കായലുകളിലേക്കും തുറന്നുവെച്ച് നമ്മൾ കൈമലർത്തി. മറ്റെന്ത് വഴിയാണുള്ളത്? മനസ്സ് വെച്ചാൽ വഴി തുറക്കാമെന്നതിന്റെ തെളിവാണ് ഇടക്കൊച്ചിയിൽ സജ്ജമാകുന്ന ശുചിമുറിയിലെ മലിനജലം ഉൾപ്പെടെ സംസ്കരിക്കാനുള്ള സംവിധാനം. മലിനജലം സംസ്കരിക്കാനായി കൊച്ചി കോർപ്പറേഷൻ നേരിട്ട് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതിയാണിത്. എളംകുളത്ത് STP ഉണ്ടെങ്കിലും അത് ജല അതോറിറ്റിയുടേതാണ്. കോർപ്പറേഷനിലെ 16-ാം ഡിവിഷനിൽ ഇടക്കൊച്ചി VAT റോഡിന്റെ അറ്റത്തായി കായലിനോട് ചേർന്നുള്ള 50 സെന്റിലാണ് 18 കോടി രൂപ ചെലവിൽ പ്ലാന്റ് നിർമ്മിക്കുന്നത്. പ്രതിദിനം 11 ലക്ഷം ലിറ്റർ മലിനജലം സംസ്കരിക്കാം. വീടുകളിൽ നിന്നുള്ള മലിനജലം മറ്റു ഉപകരണങ്ങളുടെയൊന്നും സഹായമില്ലാതെ പൈപ്പ് വഴി പ്ലാന്റ് വരെ ഒഴുകിയെത്തുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഡിവിഷനിലെ വീടുകളെ പ്ലാന്റുമായി ബന്ധിപ്പിച്ച 4 ഇഞ്ച് വീതിയുള്ള പൈപ്പ് ഇടുന്നുണ്ട്. അടുക്കളയിൽ നിന്നുള്ള മലിനജലവും ശുചിമുറിയിൽ നിന്നുള്ള മലിനജലവും പ്ലാന്റിൽ സംസ്കരിക്കാം. ഡിവിഷനിലെ 1985 വീടുകളിലേക്കാണ് പൈപ്പിടുന്നത്. ഇതിൽ 500 വീടുകളിൽ പൈപ്പിടൽ ജോലികൾ പൂർത്തിയായി. ഗ്രീൻവേ സൊല്യൂഷൻസിനാണ് പദ്ധതി നിർവഹണ ചുമതല. 5 വർഷം പ്ലാന്റും ഇവർ തന്നെയാണ് പ്രവർത്തിപ്പിക്കുക. പ്ലാന്റിൽ മലിനജലം ശുദ്ധീകരിച്ച് നല്ല വെള്ളമാക്കി കൃഷിക്കും കെട്ടിട നിർമ്മാണ ആവശ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്തുമെന്നും ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ പറഞ്ഞു. കോർപ്പറേഷനിലെ പലയിടങ്ങളിലും STP പദ്ധതികൾ ആലോചിച്ചിട്ടുണ്ടെങ്കിലും പല വിധത്തിലുള്ള പ്രതിഷേധ പാരവെപ്പുകൾക്ക് ഒടുവിൽ ഒരു കല്ല് പോലും ഇടാതെ ഉപേക്ഷിക്കാറാണ് പതിവ്. ഫോർട്ട് കൊച്ചിയിൽ 166 കോടി രൂപ ചെലവിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയും അടുത്തിടെ ഇത്തരത്തിൽ ഉപേക്ഷിച്ചിരുന്നു. ഇടക്കൊച്ചിയിൽ STP സ്ഥാപിക്കുന്നതിനെതിരെയും ആദ്യഘട്ടത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിലിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി യോഗങ്ങൾ നടത്തി പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഇപ്പോൾ പദ്ധതിയുടെ ആദ്യഘട്ടം പിന്നിട്ടു.
നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്ന് രാത്രികാലങ്ങളിൽ ബാറ്ററി മോഷ്ടിക്കുന്ന സംഘം ആലങ്ങാട് മേഖലയിൽ വീണ്ടും സജീവമാകുന്നു. ഇന്നലെ പുലർച്ചെ ആലുവ പറവൂർ റോഡിൽ പാലക്കൽ ഭാഗത്തെ കട്ട നിർമ്മാണ കമ്പനിയിൽ പാർക്ക് ചെയ്തിരുന്ന 2 മിനി ലോറികളുടെ ബാറ്ററി മോഷണം പോയി. ഒരു വാഹനത്തിന്റെ ബാറ്ററി ഇളക്കി മാറ്റാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. രാവിലെ ഉടമകൾ വാഹനം എടുക്കാൻ വന്നപ്പോഴാണ് ബാറ്ററി നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ ആലങ്ങാട് പോലീസിൽ വിവരം അറിയിച്ചു. മാസങ്ങൾക്ക് മുൻപ് സമീപ പ്രദേശങ്ങളായ മാളികംപീടിക ഭാഗത്തു നിന്നും റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷണം പോയ സംഭവവും ഉണ്ടായിരുന്നു. വെളിയത്തുനാട് മില്ലുംപടി ഭാഗത്ത് നിന്ന് ഇന്നലെ പുലർച്ചെ ആഡംബര ബൈക്കും മോഷണം പോയി. കരിക്കോടത്ത് റഫീഖിന്റെ വീട്ടുമുറ്റത്ത് നിന്ന ബൈക്കാണ് മോഷണം പോയത്. ഇതേ ഭാഗത്ത് നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു ബൈക്കും മോഷണം പോയിരുന്നു. വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കേന്ദ്രീകരിച്ചെത്തുന്ന ഇരുചക്ര വാഹന സംഘമാണ് ബാറ്ററി മോഷണം നടത്തുന്നെന്ന സൂചനയുണ്ട്. മോഷണങ്ങൾ കൂടി വരുന്നതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. സമീപത്തെ ക്യാമറകൾ പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും ആലങ്ങാട് പോലീസ് പറഞ്ഞു. ദേശീയപാതയിൽ പുളിഞ്ചോട് കവല മുതൽ പറവൂർ കവല വരെയുള്ള വഴിയോര കച്ചവടക്കാരെ നഗരസഭയുടെയും പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെയും സഹായത്തോടെ ഒഴിപ്പിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. NHAയുടെ അധികാരപരിധിയിലുള്ള സ്ഥലങ്ങളിലെ അനധികൃത കച്ചവടക്കാരെ നീക്കം ചെയ്ത് റോഡ് തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം അംഗീകരിച്ച കമ്മിറ്റി ഇത് ഉടൻ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇതിനുവേണ്ടി നഗരസഭയിലെയും പോലീസിലെയും മോട്ടോർ വാഹന വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ സ്ക്വാഡ് രൂപീകരിക്കും. സ്ക്വാഡിന്റെ പരിശോധനയിൽ പിടിച്ചെടുക്കുന്ന സാധനങ്ങൾ പിഴയടച്ചാലും തിരികെ ലഭിക്കില്ല. ആലുവ മാർക്കറ്റ് പരിസരത്ത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊച്ചി മെട്രോ സ്ഥാപിച്ച പുൽത്തകിടികൾ കയ്യേറി നശിപ്പിച്ച അനധികൃത കച്ചവടക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു. ബൈപ്പാസ് മേൽപ്പാലത്തിന് താഴെ അനധികൃത കച്ചവടം വർദ്ധിച്ചതുമൂലം ഇരുവശത്തേക്കും വാഹന ഗതാഗതം സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. നഗരസഭയിൽ നികുതി അടച്ചു വ്യാപാരം നടത്തുന്നവരുടെ കടകളിലേക്ക് കയറാനോ വാഹനം പാർക്ക് ചെയ്യാനോ പറ്റാത്ത സാഹചര്യവുമുണ്ട്. മാർക്കറ്റ് സർവീസ് റോഡിൽ വഴിവാണിഭം നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് രേഖപ്പെടുത്തിയ ബോർഡിന്റെ ചുവട്ടിൽ പോലും ഗുഡ്സ് ഓട്ടോ ഇട്ട് കച്ചവടം നടത്തുന്നു എന്നതാണ് വൈരുദ്ധ്യം. ഇവരുടെ വാഹന പെർമിറ്റ് റദ്ദാക്കണമെന്നും മോട്ടോർ വാഹന അധികൃതർ പറഞ്ഞു. മുനിസിപ്പൽ ലൈസൻസ് ഉള്ള ചില വ്യാപാരികൾ ജോലിക്കാരെ വെച്ച് വഴിവാണിഭം നടത്തുന്നതായും അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇവരുടെ ലൈസൻസും നഗരസഭ റദ്ദാക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.